യെസ്. ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് ഫസ്റ്റ് നെക്സ്റ്റിലേക്ക് വരാം. ഓക്കെ, ദെൻ രേവതി. രേവതി. Yes, sir. Parno. Yes. How are you, Revati? Fine, sir. Yes, very good, very good. Where are you from? From Todupuzha, Idukki. Todupuzha, Idukki. Yes. Very good, very good, very good. Yes. What is your dream in your life? ടീച്ചർ ആവാൻ ഒരു താല്പര്യമുണ്ട്. ടീച്ചർ ആവാൻ താല്പര്യമുണ്ട്. ഇത്രയും കാലം വർക്ക് ചെയ്തോണ്ടിരുന്നായിരുന്നു. ആഫ്റ്റർ മാരേജ് കുട്ടികളൊക്കെ ആയപ്പോ അങ്ങ് സ്റ്റോപ്പ് ആയിപ്പോയതാ. എവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നത്? ഞാൻ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ആയിരുന്നു. കിംസ് ട്രിവാൻഡ്രം, പിന്നെ കളമശ്ശേരി പുനർനവ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ വർക്ക് ചെയ്തിരുന്നാണ്. കുട്ടികളായപ്പോ പിന്നെ പോക്ക് ഇതായി. ഇപ്പം ഇളയാള് അംഗൻവാടിയിലാണ്. അപ്പൊ ഇനി എനിക്ക് പോവാം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ രേവതി, ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ച്. എ ഫാർമർ ആൻഡ് എ പെയിന്റർ. അതുപോലെ എ ഫാർമർ ആൻഡ് എ പെയിന്റർ walk in forest. Here a bear coming, trembles with fear. Farmer climbs tree and hide. Painter falls flat as if dead. The bear sniff, think dead, go away. Farmer comes down, asks what the bear say. Never to make friends with one, run away when friend in danger. കഥ അറിയാലോ, യു നോ ദ സ്റ്റോറി. പഴയ നമുക്ക് പരിചയമുള്ള ഒരു കഥയാണ് അല്ലേ? യെസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ദെൻ അപ്പോ ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കഥ അറിയാൻ പറ്റും. എന്താണ് കഥ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അതായത് പെയിന്റർ, പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ഫാർമർ ഫോറസ്റ്റിലേക്ക് പോകുന്നു. ഒരു ബിയറിന്റെ ശബ്ദം കേൾക്കുന്നു. ഒരാള് മരത്തിന്റെ മുകളിലേക്ക് കയറുന്നു. മറ്റേയാള് മരിച്ചതുപോലെ താഴെ വീണെടുക്കുന്നു. കരടി വരുന്നു. മരിച്ചാലൊന്നും മണത്ത് നോക്കുന്നു. തിരിച്ചു പോകുന്നു. അപ്പോ മറ്റേ പുള്ളി മരത്തിന് മുകളിൽ കയറിയായിരുന്നു വിചാരിക്കുന്നത് കരടി വന്നിട്ട് എന്തോ പറഞ്ഞു എന്നാണ്. അപ്പൊ ചോദിക്കുന്നു, കാര്യം പോയി കഴിയുമ്പോൾ ചോദിക്കുന്നു, എന്താ പറഞ്ഞത് ചോദിക്കുമ്പോൾ പറയണ, ആപത്തിൽ ഇട്ടേച്ചു പോകുന്നവരെ സുഹൃത്തുക്കളാക്കരുത് എന്ന് ആണ് കരടി എന്നോട് പറഞ്ഞിട്ട് പോയത് എന്ന് പറയുന്ന കഥ. അതാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത്. യെസ്. അപ്പൊ ഈ ഒരു സ്റ്റോറി നമുക്ക് ഇതിനകത്ത് വേണ്ടത്, ഇതിപ്പോ പൂരിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പൂരിപ്പിക്കും. നമുക്കതല്ല വേണ്ടത്. നമുക്ക് എൻ്റർലി ഡിഫറെന്റ്. നമുക്ക് എപ്പോഴും ഒരു ഇമാജിനേഷൻ വേണം. ടീച്ചർമാർക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ കണക്ട് ചെയ്തിട്ടുള്ള 2-3 കാര്യങ്ങൾ നിങ്ങളോട് ഇമാജിൻ ചെയ്യാം. ഇമാജിനേഷൻ ഈസ് മസ്റ്റ് ഫോർ എ ടീച്ചർ, ഒരു ടീച്ചറെ സംബന്ധിച്ച്. അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ആ വഴിക്ക് ചിന്തിക്കാം. ആദിത്യ. ഓക്കെ, ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഒന്നും നോക്കണ്ട. യെസ്. അപ്പൊ ഞാൻ ആദിത്യനെ ഫുള്ള് എന്താ പറയാ അധികാരം തരികയാണ്. ആദ്യത്തെ വരി ഒന്ന് വായിച്ചു, ഫസ്റ്റ് ലൈൻ മാത്രം വായിച്ചു. A farmer and a painter dash work in forest. ഓക്കെ ഓക്കെ ഓക്കെ, അത്രയും വരുള്ളൂ. ആ ഡാഷ് ഇട്ട സ്ഥലത്ത് വാസോ ഈസോ ഒന്നും ചേർക്കണ്ട. 2-3 സെന്റൻസുകളാക്കാറ്. ആ ഒരു ഒറ്റ സെന്റൻസിനെ ഒരു 3-4 സെന്റൻസ് ആയിട്ട് ഭാവനാസമ്പന്നമായിട്ട് ആഡ് ചെയ്തിട്ട് പറയാൻ പറ്റും. ഇതാണ് ചോദ്യം. കയ്യിൽ നിന്ന് ആഡ് ചെയ്തു. യെസ്, ഞാൻ പറയാം. ആ കൂടെ ഞാൻ വരുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാം. പണ്ട് നമ്മുടെ മരിച്ചുപോയ ഒരു സംവിധായകൻ, അദ്ദേഹത്തിന്റെ പേര് IV ശശി എന്നായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അദ്ദേഹം ഒരു ദിവസം ശബരിമലക്ക് പോവുകയായിരുന്നു. ശബരിമലക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നടന്ന് ശബരിമലയുടെ മലകൾക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരു ആൾക്കൂട്ടം കണ്ടു. ആൾക്കൂട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ശ്രദ്ധിച്ചു, എന്ത് പറ്റിയുടെ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു, ഇവിടെ ഒരു പുലി വന്നു എന്ന് പറയുന്നുണ്ട്, കണ്ടവരുണ്ട്, കാണാത്തവരുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ അതിനെ കുറിച്ചുള്ള ചർച്ച. പുലിനെ ഇപ്പൊ കാണാനില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ശബരിമലയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഈ സംഭവം വന്ന് ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്തിനോട് പറയുന്നു.
യെസ്, അവിടെ നിന്നാണ് മൃഗയ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ഉണ്ടാവുന്നത്. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ക്ലൂ ആണ് വെക്കുന്നത്. അവിടെ നിങ്ങൾക്ക് അങ്ങനെ കയറി 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 വരാം. ഇപ്പൊ ആദ്യത്തെ തുടക്കമായതുകൊണ്ട് ഞാൻ ആദ്യത്തെ സഹായിക്കുന്നു. എ ഫാർമർ ആൻഡ് എ പെയിന്റർ വാസ് വാക്കിംഗ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സംഗതി ശരിയായി. നമ്മളൊന്ന് ബിൽഡപ്പ് ചെയ്യും. പണ്ട് ഒരു ഫാർമർ ഉണ്ടായിരുന്നു, ഒരു പെയിന്റർ ഉണ്ടായിരുന്നു. അവര് നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം അവര് കാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ചൊരു ദിവസം, ഒരു ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച അതിരാവിലെ അവർ കാട്ടിലേക്ക് പുറപ്പെട്ടു. ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യും. യെസ്, ഒറ്റ വരിയിലല്ല, അങ്ങനെ ബിൽഡപ്പ് ചെയ്യും. ആദിത്യ പിടിയിട്ടില്ലേ? ആദിത്യ പിടിയിട്ടില്ലേ? തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ദയവായിട്ട് പറഞ്ഞു, വി വിൽ സപ്പോർട്ട് യു. യെസ്, കയ്യിൽ നിന്ന് ചേർത്തോ ധൈര്യമായിട്ട്. A farmer and a painter walking in biggest forest. യെസ്, ആദ്യം അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയാം. A farmer and a painter thick friends. തിക്ക് ഫ്രണ്ട്സ്. ഓക്കെ, കറക്റ്റ് ആണ്. എന്നിട്ട് പറ, ഒരു ദിവസം അവര് കാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. One day, അവർ തീരുമാനിച്ചു. They decided to go to forest. ഓക്കെ, കാട്ടിലേക്ക് പോകാൻ. അപ്പോൾ പോയിട്ടില്ല, പോകാൻ തീരുമാനിച്ചു. പിന്നെ ഇനി കൈ ചേർത്തോ, ഇഷ്ടമുള്ളത് ചേർത്തോ. ഏതെങ്കിലും ഒരു ദിവസം ഞായറാഴ്ച രാവിലെ, ഓൺ എ സൺഡേ മോർണിംഗ് കണ്ടോ, then started to walking in the forest. Okay. പിടി കിട്ടിയല്ലോ. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതുപോലെ ഇരിക്കണം. വെറുതെ ആ ഡാഷ് ഇട്ട സ്ഥലത്ത് ഈസോ ആമോ ആറോ ചേർക്കാനല്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് സർഗാത്മകമായിട്ട് 2-3 സെന്റൻസ് അങ്ങനെ ആഡ് ചെയ്യും. യെസ്, അത് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, അത് നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ഉണ്ണിമായൊക്കെ. ഉണ്ണിമായ, ഹൗ ആർ യു? Sir, fine, sir. വെരി ഗുഡ്. ടെൻഷൻ Sir, ഇങ്ങനെ വരുമോ? A farmer and a painter Sunday walk in forest. Yes, was walking. Sunday walking വേണ്ട, on a Sunday. അങ്ങനെ പറയാം, on a Sunday, a farmer and a painter was walking. Okay, അത് പോട്ടെ. നമുക്ക് ഫോറസ്റ്റ് വരെ ഇപ്പൊ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പിടിക്കാം. ഡാഷ് ഹിയർ എ ബിയർ കമ്മിങ്. കേട്ടോ, അപ്പൊ അതിന്റെ അർത്ഥം അവർ കേൾക്കുന്നു. എന്ത് കേൾക്കുന്നു? ഒരു കരടി വരുന്നത് അവർ കേൾക്കുന്നു ശബ്ദം കൊണ്ട്. അതാണ് വേണ്ടത്. അതിലൊന്ന് അവസാനിക്കാവുന്ന, അതിന്റെ മുന്നിൽ ചേർക്കാവുന്ന എന്തും ഉണ്ണിമായ്ക്ക് ചേർക്കാം. Suddenly, here a bear coming. യെസ്, സംഗതി കറക്റ്റ് ആണ്. അപ്പൊ അവരുടെ കൂടെ അവസാനിക്കും. അങ്ങനെ പെട്ടെന്ന് വരുത്തുന്നതേ. നമ്മളെപ്പോഴും ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു ബിൽഡപ്പ് കൊടുക്കണം. യെസ് അല്ലേ? ഒരു ബിൽഡപ്പ് കൊടുക്കണം. ഏറ്റവും ആദ്യം ചോറ് കൊണ്ടുവരൂ? ഇല്ലല്ലോ. ആദ്യമായി ഡിഷൊക്കെ ഒന്ന് വരും. അത് കഴിഞ്ഞതിന് ബാക്കില് ചോറ് വരുള്ളൂ, റൈസ് വരുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു ബിൽഡപ്പ് കൊടുക്കുക. അവരിപ്പോ കാട്ടിലൂടെ നടക്കല്ലേ, അവര് വലുതും ചെറുതുമായിട്ടുള്ള ധാരാളം മരങ്ങൾ കണ്ടു. ഒന്ന് ഋഷി പറഞ്ഞു. Here see big and small a lot of trees. അല്ലേ? അപ്പൊ ഒന്നുകൂടി പയ്യേക്ക് പറയാം. അവർ കണ്ടു. They saw. Therefore, big and small trees. ഓക്കെ, സമ്മതിച്ചു. അങ്ങനെ പോണ വഴിക്ക് അവരൊരു, നിങ്ങളുടെ കയ്യിൽ നിന്ന് ചേർക്ക്. നിങ്ങള് എന്താ പറയാ, ആരും കാണാത്ത വഴികളിലൂടെ പോകൂ. അപ്പൊ നിങ്ങൾ മനസ്സിൽ കാണും, രണ്ടുപേര് പോകുന്നു. പെട്ടെന്ന് തന്നെ കരടിനെ വരുത്തുന്നത്. അത് അവിടെ നിന്നോട്ടെ, കരടി എവിടേക്കും നിൽക്കട്ടെ. അപ്പൊ അവര് പോകുന്നു, മരങ്ങൾ കാണുന്നു. പോണ വഴിക്ക് അവരെന്ത് ചെയ്യുന്നു? ഒരു നദി കാണുന്നു. നദിയുടെ അരികത്ത് അല്പസമയം ഇരിക്കുന്നു. യെസ്, അതിന് വല്ല സ്നാക്സ് ഒക്കെ അവർ കഴിച്ചിട്ട് എന്നിട്ട് അവർ പോകുമ്പോ കരടിനെ കണ്ടാൽ മതി.
ആ സെന്റൻസിന്റെ ഡെവലപ്മെന്റ് ആണ് കൊടുത്തത്. യെസ്. There sees river, and they're sitting on river. റിവർ, നിയർ എ റിവർ. ഓക്കെ, River. നിയർ എ റിവർ, ഒരു നദിയുടെ സമീപം കുറച്ചു നേരം ഇരുന്നു. ഓക്കെ, വേണമെങ്കിൽ അവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ അവര് വന്നപ്പോ കൊണ്ടുവന്ന കുറച്ച് ഫുഡ് അതിന്റെ അകത്ത് കയ്യിലുണ്ടെന്ന് വിചാരിച്ചോ, അത് കഴിച്ചോട്ടെ. And our eating some food. Some food. And he ate some food. Okay, very good, very good. Okay, അങ്ങനെ പോകട്ടെ. യെസ്, ബിയർ അവിടെ കിട്ടട്ടെ, ബിയറിനെ പിന്നീട് പിടിക്കാം, ബാക്കിയൊക്കെ പോകട്ടെ. അപ്പൊ നോക്കി കണ്ട, അപ്പൊ ഈ ഒരു 2 ഡാഷിൽ തന്നെ ഒരു 6 സെന്റൻസ് ആയിപ്പോ. യെസ്, വെരി ഗുഡ്. And sometime her rest in there. Yes, കയ്യിന്ന് വന്ന നോക്കി ഉണ്ണിമായുടെ. they rested for some time. കുറച്ച് സമയം ഇവിടെ റെസ്റ്റ് ചെയ്തു, നടന്നുകൊണ്ടിരിക്കുക, അപ്പോൾ ക്ഷീണിച്ചതാണ്, അപ്പൊ റെസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് പറയാം അവര് ബിയറിനെ കാണണ്ട, അവര് വേണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെടികളൊക്കെ അനങ്ങുന്നത് കണ്ടു, അപ്പൊ അവര് അങ്ങോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി, അപ്പോഴാണ് അവര് ബിയറിനെ കാണുന്നത്. അങ്ങനെ അങ്ങനെ ബിൽഡ്. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ചെടികൾ അനങ്ങുന്നത് കണ്ടു, ചെടികൾ അനങ്ങാതെ ഷെയ്ക്ക്. Sometimes here യെസ്, trees shaken. ഷേക്കിംഗ്. ഓക്കെ ഓക്കെ, അപ്പൊ they saw some trees shaking, അല്ലെ, അനങ്ങുന്നല്ല, മൂവിങ്. ഓക്കെ, ഇനി അപ്പൊ അവരെന്ത് ചെയ്തു, അങ്ങോട്ടൊന്ന് നോക്കി. Then നോക്കി, looked, they look looked at there. there, അല്ലെങ്കിൽ they gaze, GAZED, അങ്ങനെ പറയാം, ഉറ്റു നോക്കി, അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങോട്ടൊന്ന് നോക്കി. ഇനി കാണോ, ഇനി ആരെ കാണാണ്ട്, ബിയറിനെ കാണുന്നുണ്ട്. അതിന് പറഞ്ഞു. Then അവരൊരു ബിയറിനെ കണ്ടു. They saw. They saw a bear. Okay, subject verb. Okay, Maya, no problem, no problem, no problem. Yes, എപ്പോഴും പണ്ട് കാലത്ത് നമ്മൾ ഇതേ പരീക്ഷ നമ്മൾ എഴുതി കഴിഞ്ഞപ്പോ നമ്മൾ അവിടെ ചെയ്ത് അവിടെ ഈസി ചേർക്കും, ഒരു വാസി ചേർക്കും, അല്ലെ, ഒരു ബൈ ദെൻ ഒക്കെ ചേർത്തിട്ട് നമ്മൾ അങ്ങനെ ഒരു തന്ത്രപരമായിട്ട് ഇഷ്ടപ്പെടുകയായിരുന്നു പതിവ്. ഇനി നമുക്കത് വേണ്ട, നമുക്ക് സെന്റൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാം, 2-3 സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, ഉണ്ണിമായ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ കീപ് ഇറ്റ് അപ്പ്. നമുക്ക് വീണ്ടും ഇതേ വിഷയങ്ങൾ നമുക്ക് കാണാം. യെസ്, ഓക്കെ, യെസ്. അപ്പോ ഇനി അടുത്തത് ഞാൻ ജോമൻ തോമസ്. എന്റെ പേര് അശ്വതി എന്നായിരുന്നേ. ഞാൻ ചോദിക്കാൻ പോവുകയായിരുന്നു, ശരിക്കുള്ള പേര് എന്താണ് കേട്ടോ. അത് ഹസ്ബൻഡിന്റെ ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്തേക്കുന്നത്, അപ്പൊ പുള്ളിക്കാരന്റെ പേര് വന്നതാ. Actually, I'm fine, sir. What about you? I am also very good, very good. Where are you from? I'm from Idukki, Puttadi. Yes, okay. കട്ടപ്പനയ്ക്ക് അടുത്താണ്. Okay. Near Kattapana. Yes. Oh, yes. One of my friends was there. Yeah? Yes, okay. നമ്മുടെ ക്ലാസ്സിലും കട്ടപ്പനയിൽ ഒരു കുട്ടി ഉണ്ടെന്ന് തോന്നുന്നു, അച്ചു എന്ന് പറഞ്ഞിട്ട്. Yes, okay. Yes. അപ്പൊ അശ്വതി, അപ്പൊ 2 ഡാഷ് ഇവിടെ പൂരിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 3ാമത്തെ ഡാഷിലോട്ട് വരികയാണ്. ഡാഷ് trembles with fear. കണ്ടോ, ഡാഷ് trembles with fear. വിറയ്ക്കുക, ഭയം കൊണ്ട് വിറയ്ക്കുന്നു. അത് പെട്ടെന്ന് അങ്ങോട്ട് വരണ്ട. അപ്പൊ അവര് ടൈം എടുത്ത് ആലോചിച്ച് കൃത്യമായിട്ട് വന്നാൽ മതി. വേറെ 2-3 സെന്റൻസ് ഒക്കെ ആഡ് ചെയ്ത് സമയം എടുത്തുകൊണ്ട് വന്നാൽ മതി. ഓക്കെ, യെസ്, പറഞ്ഞോളൂ. ഞാൻ ആദ്യത്തെ ഒരു ഡാഷ് തൊട്ട് തുടങ്ങിക്കോട്ടെ. ആദ്യത്തെ അല്ല, 2ാമത്തെ? പറഞ്ഞോ, നോ പ്രോബ്ലം.
The farmer notices some plants are slightly shaking, Very and good. he Okay, very good. and he said to the painter, "Someone here." Yes, somebody is here. Very good, very good. അപ്പൊ നോക്കിയേ, ഭാവന പോണ പോക്ക് നോക്കി. അപ്പൊ കുട്ടിയോട് പറയണേ ഇവിടെ എന്തുണ്ട് കേട്ടോ, അവിടെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. പിന്നെ And they noticed someone is hiding back of the plants. യെസ്, ഓക്കെ. Somebody is hiding. Okay. But, and they he said to the last. വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. പറഞ്ഞോളൂ, കണ്ടിന്യൂ. And then they smells that something danger in back of the. Okay. പറഞ്ഞു. Yes. Slightly they see a bear. Yes. അപ്പൊ ബിയറിന് കണ്ടവരെ ബാക്കി. After that they are അവിടെ ഞങ്ങൾ ഒരു ഭാവന വരട്ടെ. യെസ്, എന്ത് പറയാൻ പറ്റും അവിടെ? അപ്പൊ ശരിക്കും മനസ്സിലങ്ങനെ വിചാരിക്കുക, രണ്ടുപേര് അവിടെ വന്നു, ബിയറിനെ കണ്ടു. അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഇവര് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അങ്ങനെ പറയാലോ. യെസ്, ഇംഗ്ലീഷിൽ പറയാനുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും നോക്കി. And they are looking each other. പിന്നെ നമുക്ക് പറയാം, എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. യെസ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്ത് ലാസ്റ്റ് നമുക്ക് പറയാം വിത്ത് ഫിയർ എന്ന് വെച്ചാൽ അവസാനിപ്പിക്കാം. ഓക്കെ, കണ്ടിന്യൂ. And they are looking each other with the fear. Yes. And they have no idea what they are doing next. Yes. ഈ കയ്യില് ഒരു സഞ്ചി പോലെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അതൊന്ന് വലിച്ചത് കളഞ്ഞോട്ടെ. എന്നിട്ട് അതൊക്കെ വലിച്ചെറിഞ്ഞ ഓടിയെന്നോ അങ്ങനെ കഴിയുമോ? അവിടെ നിന്ന് ഓടി, കുറച്ചുകൂടെ ഓടി, എന്നിട്ടാണ് അവിടെ മറ്റിന്റെ മുകളിൽ കയറുന്നത്. They throw a bag to the forest and decided to run away from the danger area. Yes, they tried to run from the danger area. Okay. Very good, Ashwini. Very good. Okay. Ashwiniക്ക് കുറച്ചുകൂടി ഒക്കെ ഭാവനയൊക്കെ ഉണ്ട്. വെരി ഗുഡ്. വെരി ഗുഡ്. സ്വപ്ന. യെസ്. അപ്പൊ നമ്മളിവിടെ 3 ഡാഷ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത 4ാമത്തെ ഡാഷ് ഒടുങ്ങി ആണ് വേണ്ടത്. അവിടെ നമുക്ക് 2-3 സെന്റൻസ് ആഡ് ചെയ്തോളൂ. അപ്പൊ ഇവിടെ വിത്ത് ഫിയർ. ഇനി അടുത്ത് വരുന്നത് ഡാഷ് ഫാർമർ ക്ലൈംസ് ദ ട്രീ ആൻഡ് ഹൈഡ്. ഫാർമർ അങ്ങോട്ട് കയറി, മരത്തിന്റെ മുകളിൽ കയറി. അപ്പൊ അത് പെട്ടെന്ന് കയറണ്ട, ടൈം എടുത്തോളൂ. ആഡ് ചെയ്തത് ഭാവനാസമ്പന്നമായിട്ട് കയറ്റിക്കോളൂ. സ്വപ്ന മൈക്കോണാക്കൂ. നമ്മള് സ്വന്തമായിട്ട് വേർഡ്സ് യൂസ് ചെയ്യുവാണ് സാറേ. സാറ് കൊടുത്തായിരുന്നോ? ഞാൻ ഇപ്പം കയറിയതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. അത് തന്നെ. ഇതിന്റെ ഇടയ്ക്കുള്ള ഈസ് പാസ് ചേർക്കണ്ട, അവിടെ 2-3 സെന്റൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. കാട്ടിലേക്ക് പോകുന്നു, അവരൊരു ബിയറിനെ കാണുന്നു, ഭയം കൊണ്ട് വിറയ്ക്കുന്നു. ഇനി വരുന്നത് ഡാഷ് ഫാർമർ ക്ലൈംസ് ദ ട്രീ. ഫാർമർ മരത്തിന്റെ മുകളിലേക്ക് കയറുന്നു. അവിടെ ഒന്ന് ആഡ് ചെയ്യും. ട്രെംബ്ലിംഗ് ഫാർമർ ആണോ? അല്ല, അതൊന്നും എടുക്കണ്ട, അതൊക്കെ വിട്ടേനെ. എന്താണ് കാരണം, അതൊക്കെ വിട്ടോ. സെന്റൻസ് ആഡ് ചെയ്തു. സെന്റൻസ് അല്ലേ? നമുക്ക് വേണ്ടേ, ടീച്ചർക്ക് വേണ്ടത് എന്താണെന്ന് അറിയാം. ഇതാ ഫാർമർ. യെസ്, എന്തുകൊണ്ടും ആയിക്കോട്ടെ, നോ പ്രോബ്ലം. The farmer climbs tree and hide back of painter. Yes. Back of painter. അപ്പൊ സ്വപ്ന ഇടക്കിട്ട് കയറിയതുകൊണ്ടാണ് അതിന് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞാൻ വിളിക്കാം. ഐ വിൽ കോൾ യു. സൈബ. Yes, sir. യെസ്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ സൈബ? യെസ്. അപ്പൊ നമുക്ക് വേണ്ടത് ഡാഷ് ഫാർമർ ക്ലൈംസ്. ഫാർമർ മരത്തിന് മുകളിൽ കയറി.
അത് പെട്ടെന്ന് പുളി മറ്റേ ഉള്ളിലേക്ക് കയറണ്ട, താഴെ നിൽക്കട്ടെ. യെസ്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ഓടി അവിടെ പറയുന്നു. യെസ്. അപ്പൊ നമുക്ക് അവിടെ ഒരു ഭാവന ഉണ്ടല്ലേ, വേണം ഇങ്ങനെ പറയാം, സൈബക്ക് പറയാം. അവിടെ ഈ ഫാർമർ വലിയൊരു മരം കണ്ടു. ആ മരത്തിന്റെ മുകളിലേക്ക് ആര് കയറി? ഇദ്ദേഹം കയറാൻ ആഗ്രഹിച്ചു. പക്ഷേ നമുക്ക് പറയാം പെയിന്റർക്ക് മരം കയറാൻ അറിയില്ലായിരുന്നു. യെസ്. ഫാർമർ ആരെ സഹായിച്ചില്ല? പെയിന്ററെ സഹായിച്ചില്ല മരം കയറാൻ. ഫാർമർ മാത്രം ഒറ്റക്ക് മരം. അങ്ങനെ വരട്ടെ. ധൈര്യമായിട്ട് പറഞ്ഞു. യെസ്, കണ്ടിന്യൂ. Suddenly, farmer ഒരു വലിയ മരം കണ്ടു. big tree saw a big tree. Okay, very good. Suddenly, the farmer saw a big tree. അപ്പൊ അവനൊരു ഐഡിയ കിട്ടി. മരത്തിന്റെ മുകളിൽ കയറുക എന്നുള്ള ഐഡിയ കിട്ടി. യെസ്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഇത് നോക്കിയാൽ മതി. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, SVO ഇത് മാത്രം നോക്കിയാൽ മതി. അവന് കിട്ടി, ഹി ഗോട്ട്. എന്ത് കിട്ടി? ആൻ ഐഡിയ. കണ്ടോ? ഹി ഗോട്ട് ആൻ ഐഡിയ. അത്ര നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഹി ഗോട്ട് ആൻ ഐഡിയ. യെസ്. പുള്ളി എന്ത് ചെയ്തു? climbed tree. അല്ലെ? മറ്റൊരു മുകളിലേക്ക് കയറി. അത് ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊരു വാചകം കൂടെ നമ്മൾ ആഡ് ചെയ്യാം. ആ ഫാർമർക്ക് പെയിന്റർക്ക് മരത്തിൽ കയറാൻ അറിയില്ലായിരുന്നു. He don't know how to climb the tree. The painter Does not know. Does not know അല്ലെങ്കിൽ did not know how to climb a tree. എങ്ങനെയാണ് ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറണമെന്ന് പെയിന്റർക്ക് അറിയില്ലായിരുന്നു. ഒരു വാചകം കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഫാർമർ പെയിന്ററെ സഹായിച്ചില്ല. പറഞ്ഞ സൈബ. farmer സഹായിച്ചില്ല. don't help did not help അല്ലെങ്കിൽ didn't help ആരെ? Painter. ഫാർമർ ആരെ സഹായിച്ചില്ല? പെയിന്ററെ സഹായിച്ചില്ല. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ സൈബ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ദ ഫാർമർ ക്ലൈംസ് എ ട്രീ എന്ന് പറയും. യെസ്. സേതുലക്ഷ്മി. യെസ്. ഓക്കെ സേതുലക്ഷ്മി, ആർ യു ഓക്കെ? ഞാൻ രണ്ടുമൂന്ന് പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല. അതെ. ഓക്കെ 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 ഓക്കെ. ഇതിനകത്ത് വലിയ ആലോചിക്കാനൊന്നും ഇല്ല. നമുക്കങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ടെൻഷനാ പേടിയൊന്നും വേണ്ട. യെസ്. ട്രാക്ക് പിടിയിട്ടില്ലേ? ഓക്കെ. ഇനി ഞാനിപ്പോ ആരെ പേര് വിളിക്കുന്നില്ല. ഞാൻ വിളിക്കാത്ത ആർക്കെങ്കിലും സാർ ഞാനൊന്ന് നോക്കട്ടെ എന്ന അഭിപ്രായമുള്ളവർക്ക് പറയാത്തത്. ശാലൈ എന്ന് പറയാവുന്ന ആൾക്ക് പറയാം. സാറേ ഞാൻ പറയട്ടെ? യെസ്. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത സെന്റൻസ് ആരാണ്? ജിസ്ബിൻ. ജിസ്മിൻ. ഓക്കെ ജിസ്മിൻ. ഓക്കെ ഓക്കെ. ജിസ്മിനെ അടുത്ത ഒരു ഡാഷ് പൂരിപ്പിക്കുക. അതിന്റെ അകത്ത് നമുക്ക് എല്ലാവർക്കും ചാൻസ് കൊടുക്കാം. അടുത്ത 2-3 ഭാവന സമ്പന്നമായ വാചകങ്ങളൊക്കെ ചേർത്ത് നല്ല ആയിട്ട് അവതരിപ്പിക്കുക. അപ്പൊ നമുക്ക് 1, 2, 3, 4, 5ാമത്തെ ഡാഷിലേക്ക് നമുക്ക് പോകണം കേട്ടോ. ദ ക്ലൈംസ് ദ ട്രീ ആൻഡ് ഹൈഡ് ദ പെയിന്റർ വാൾസ് ഫ്ലാറ്റ് ആസ് ഇഫ് ഡെഡ്. ഓക്കെ. ഒരു വിഷയം. ഓക്കെ സാർ, അപ്പൊ ഈ ഹൈഡിനും പെയിന്റിനും ഇടയ്ക്കുള്ള ഒരു ഇതല്ലേ ഫില്ല് ചെയ്യേണ്ടത്? ഡെഡ് വരെ. ഓക്കെ ഓക്കെ. ദ പെയിന്റർ suddenly falls flat as he's acting as dead. Yes. After that, the bear came near the painter who was fallen down. The bear sniffs around the painter and he sometimes he is roaming around the painter and he is walking away. Okay. ജിസ്ബിൻ, റിലാക്സ് ചെയ്ത് പറയാം. അതായത് സാർ എനിക്ക് പനിയായിട്ടിരിക്കുവായിരുന്നു, പിന്നെ ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത്. അല്ല, നമുക്കേ
പെട്ടെന്ന് വിഷയത്തോട് കയറുന്നത്. നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം, ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് തലസ്ഥാനത്തെ കുറിച്ചാണെങ്കിൽ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അതിനെ കുറിച്ചേ പറയില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കുട്ടികളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ വീട് തലസ്ഥാനം ടീച്ചറിന്റെ ടാലന്റ്. എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇന്ന് ഇവിടെ നിന്നിട്ട് ഇന്ന വിഷയത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പ്രസംഗത്തിൽ പറയേണ്ട. കാരണം ആ പ്രസംഗം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നണം അത് ഇന്ന വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞത്. യെസ്, പറയേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആണ്. ഹൈഡ് എന്ന് പറഞ്ഞില്ലേ, അവിടെ തുടങ്ങി നമുക്ക് ഒന്നുകൂടി ഒന്ന് ബിൽഡപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞുതരാം. അതായത് ഫാർമർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റിയില്ല. മരുന്ന് പൊടിക്കാൻ അറിയില്ല, ഫാർമറിലല്ല, പെയിന്റർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. യെസ്, അപ്പൊ പെട്ടെന്ന് അവൻ പണ്ട് വായിച്ച ഒരു കഥ ഓർത്തു. ആ കഥയിലുണ്ട് ചത്ത് കിടക്കുന്ന സാധനത്തെ കരടി ഭക്ഷിക്കില്ലാന്ന്. അങ്ങനെ വരട്ടെ, നമ്മൾ സംഗതി പറയുമ്പോൾ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ അതിന്റെ ബാക്കിൽ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുക. യെസ്, അപ്പൊ നമ്മള് എപ്പോഴും പറഞ്ഞു, ടീച്ചർ എപ്പോഴും എന്തായിരിക്കും ടീച്ചർമാര് ഭാവനാസമ്പന്നരായിരിക്കും. യെസ്, നിങ്ങള് പിടുത്തമിട്ടങ്ങോട്ട് ചിന്തിക്കും. യെസ്, അങ്ങനെ ചിന്തിക്കും. യെസ്, അങ്ങനെ പറയട്ടെ. അപ്പൊ അയാളൊരു കഥയോർത്തു, ആ കഥയിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു ഓർത്തു. അതുകൊണ്ടാണ് പുള്ളി അവിടെ എന്ത് ചെയ്യുന്നത്, മരിച്ചതുപോലെ കിടക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ മരിച്ച അതിന്റെ ആര് കിടക്കുകയാണ്, ആ പെയിന്റർ അവിടെ കിടക്കുകയാണ്. ഒന്ന് ടെൻഷൻ അടിപ്പിക്കാം. പിയർ വരുന്നു, അവിടെ ഇരിക്കുന്നു, ആരെ നോക്കുന്നു, മരിച്ചു കിടക്കുന്നതിനെ നോക്കുന്നു. യെസ്, അപ്പോ ഇയാളുടെ മനസ്സിലെന്തായിരിക്കും ആ സമയത്ത്, ഇയാള് മരണത്തെ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുള്ളൂ അല്ലേ. അത് കൊടുക്കാം. അപ്പൊ അവൻ കണ്ണുകളിനെ ഇറുക്കി അടച്ചു ടൈറ്റ്ലി, എന്നിട്ട് വെയിറ്റിംഗ് ഫോർ ദ അറ്റാക്ക് ഓഫ് ദി ബിയർ. അങ്ങനെ അത് ബിൽഡപ്പ് ചെയ്തു പോവാ. എന്നിട്ട് പിടിയിട്ടില്ലേ? മനസ്സിലായി സർ. യെസ്, അങ്ങനെ പറഞ്ഞു. The painter had no idea to do what next. Suddenly, he remembered a story who he read in his childhood. Yes. And he acted as a dead person. Yes. And the bear came near him and was roaming sometime near his body. Yes. And was sitting near his body for some time. Yes. At that time, the painter was shivering with fear. Yes, okay. He was shivering with. അപ്പൊ ഷിവർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അനങ്ങുമ്പോൾ ജീവനുണ്ടെന്ന് അറിയും. പക്ഷെ അപ്പൊ കൂടി ചേർക്കാം, ഈ ട്രൈഡ് ടു അനക്കൊന്നുമില്ല, വിത്തൗട്ട് മൂവിങ്, അത് ശ്രമിച്ചു. യെസ്, കഥ എഴുതുന്ന പോലെ വരട്ടെ. And he was controlling his shivering because when the body suddenly started to shiver, the bear thinks that the body has alive, ജീവനുള്ളത്, alive. The body is alive. Yes. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഇത് ബിയർ ഒന്ന് റൗണ്ട് ചെയ്തു, ഒന്ന് സ്നിഫ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് മണത്ത് നോക്കിയിട്ട് മരിച്ചതാണെന്ന് വിചാരിച്ച് ഓടിപ്പോകട്ടെ. അപ്പൊ ഗോ എവേ വരെ ആയി. Okay. And the bear comes to the body and he sniffs around it and he thinks that he is dead and he walks away from the painter. Okay, very good, very good. അപ്പൊ very good, very good. Okay, this been okay. Go away വരെ ആയിട്ടുണ്ട് കേട്ടോ. Very good, very good. Yes. Thank you, sir. ഇപ്പൊ എന്നെ ട്രാക്ക് പിടികിട്ടിയില്ലേ? നിങ്ങൾ എപ്പോഴും ഒരു ഭാവന സമ്പന്നമായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ സർഗവാസനകളെ കണ്ട് ഉണരട്ടെ. വെറുതെ നമ്മൾ എഴുതുകയല്ല. അത് ഇപ്പൊ നമ്മൾ കഴിയല്ലോ, ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, പിന്നെ അതിനൊരു എക്സ്പാൻഷൻ കൊടുത്തു, പിന്നെ അതിനൊരു കൺക്ലൂഷൻ കൊടുത്തു. അങ്ങനെ വരുമ്പോഴാണ് കേൾക്കുന്ന ആളുകൾക്ക് അത് ഒരു ഭംഗിയാവുള്ളൂ. യെസ്, കാര്യം എന്താണെന്ന് തുടങ്ങി, അത് കഴിഞ്ഞ് അതിനെ കുറിച്ച് വിശദീകരിച്ചു, അതിന്റെ കൺക്ലൂഷൻ കറക്റ്റ് ഇന്നതാണ് വിഷയം എന്നുള്ള വിഷയത്തെ കുറിച്ച് പറഞ്ഞു, അവസാനിപ്പിച്ചു. യെസ്, ഓക്കെ. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു രീതിയിലായിരിക്കണം ചിന്തിക്കേണ്ടത്.
നമ്മൾ ആ രീതിയിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. യെസ്. അപ്പൊ നമ്മുടെ ഭാവനകൾ ഉണരണം. യെസ്. നിങ്ങൾ കടലാസും പേനയെടുത്ത് വെച്ചിട്ട് വെറുതെ ഇരിക്കുക. ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പുതിയ ചിന്തകൾ വരും. അതങ്ങനെ എഴുതിയിട്ടുണ്ടാക്കുക. അത് ഇങ്ങനെ പോരാ, വേറൊരു രീതിയിൽ വേണമെന്ന് എൻ്റെ തന്നെ ഡിഫറെന്റ് ആയി. ഇങ്ങനെയൊക്കെ തന്നെയാണ് എസ്കേപ്പൊക്കെക്കാട്ടും ഇതെല്ലാം ഇങ്ങനെയൊക്കെ വരുന്ന ആളുകൾ തന്നെയാണ്. യെസ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഒരു സുഗതകുമാരിയും മാധവിക്കുട്ടിയൊക്കെ നിങ്ങളുടെ മനസ്സിൽ എവിടെയൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. അപ്പൊ നമുക്ക് ഈ 10 മാസം കൊണ്ട് അതിനൊക്കെ ഒന്ന് പൊടി തട്ടിയൊക്കെ ഒന്ന് എടുക്കണം. യെസ്. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? നമ്മൾ ടീച്ചർ ആകുമ്പോൾ നമ്മൾ സാധാരണ ടീച്ചർമാരുടെ കൂട്ടത്തിൽ ഒരു ടീച്ചർ അങ്ങനെ വേണ്ട നമുക്ക്. അച്ചു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സേതുലക്ഷ്മി ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഡിഫറൻ്റ് ആണ് എന്ന് കുട്ടികൾ പറയണം. കുട്ടികൾ മാത്രം പറഞ്ഞാൽ പോരാ, കുട്ടികളുടെ മാതാപിതാക്കന്മാർ അങ്ങനെ തന്നെ പറയണം. യെസ്. ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ മുംതാസ്. മുംതാസ്. യെസ്. യെസ്. ഓ, മുംതാസ് സന്തോഷമാണ് അല്ലെ? മുംതാസ്, ഹൗ ആർ യു മുംതാസ്? ഫൈൻ. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഫൈൻ എന്ന് പറയുന്ന വാക്കിന്റെ അകത്തുണ്ട് നല്ല ആത്മവിശ്വാസം. വേറെ ആരെങ്കിലും മുംതാസ്? വയനാട്. 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 ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ചൂരൽമലക്ക് അടുത്താണോ? അല്ല അല്ല, മാനന്തവാടി. മാനന്തവാടി. യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. മഞ്ഞൊക്കെ ഉണ്ടോ ഇപ്പൊ അവിടെ? ഓ, ക്ലിയർ ആയില്ല. മഞ്ഞൊക്കെ ഉണ്ടോ ഇപ്പൊ അവിടെ? ഓ, തണുപ്പാ. ഇപ്പൊ തണുപ്പാണല്ലേ? യെസ്. ഞങ്ങളുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ. അപ്പൊ മുംതാസേ, നമുക്ക് ഗോ എവേ വരെ ഡിസ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തുടങ്ങി ഇങ്ങോട്ട് ശരിയാക്കാം. ഡാഷ് ഫാർമർ കംസ് ഡൗൺ. ഫാർമർ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. അവിടെ വരെ പറഞ്ഞു. യെസ്. ക്ലിയർ ഓടിപ്പോയി. ബാക്കി മുംതാസിന്റെ ഭാവനയാണ്. ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. പണ്ട് അല്ല, ഇത് മുംതാസിനെ ആലോചിക്കാൻ സമയം കിട്ടാൻ വേണ്ടി പറഞ്ഞു. പണ്ട് ഞാനൊരു ചെറുകഥാ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇപ്പോഴല്ല, വർഷങ്ങൾ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ അന്ന് ഈ മൊബൈലൊക്കെ കണ്ടുപിടിക്കുന്നതിനൊക്കെ മുമ്പാണ്. അപ്പൊ അന്ന് പുള്ളി തന്നൊരു വിഷയമാണ് പറഞ്ഞത്. അപ്പൊ അന്ന് പുള്ളി അന്ന് ഒരു പത്രപ്രവർത്തകനായിരുന്നു പുള്ളി. ഞങ്ങൾക്ക് എഴുതാൻ വേണ്ടി തന്ന വിഷയം ഒരു വീട്. ആ വീട്ടില് വളരെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടൊക്കെ എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു വീട്. ആ വീട്ടില് ഒരു പയ്യൻ വിദേശത്തേക്ക് പോകും. അപ്പോ പൈസ എല്ലാം സംഘടിപ്പിച്ച് ലോണൊക്കെ എടുത്ത് പറമ്പൊക്കെ പണയനൊക്കെ പെടുത്തിയിട്ട് ആ പൈസ കൊണ്ടാണ് അദ്ദേഹം വിദേശത്തേക്ക് പോകുന്നത്. അപ്പൊ വീട്ടിലുള്ള ബാക്കിയുള്ള 3 സഹോദരന്മാരുടെ അവരുടെ ഒരു പ്രതീക്ഷയാണ്, സഹോദരൻ പോയി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഞങ്ങൾ രക്ഷപ്പെടും, ഈ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ മാറുന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പൊ അവരങ്ങനെ സഹോദരനെ വിദേശത്തേക്ക് അയക്കാൻ വേണ്ടി വിമാനത്താവളത്തിൽ ചെല്ലുന്നു, എയർപോർട്ടിൽ ചെല്ലുന്നു, സഹോദരനെ അവിടെ നിന്ന് കയറ്റി വിദേശത്തേക്ക് വിടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ വാതിൽ തുറന്നു. അപ്പൊ ആ വീട്ടിലെത്തിയ നിമിഷം മുതൽ ഇവരുടെ ഉള്ളിൽ വളരെ പ്രതീക്ഷകളാണ്. ആ പിറ്റേ ദിവസം രാവിലെ ഇവര് വാതിൽ തുറക്കുമ്പോ ഇന്നലെ വിമാനത്തിൽ കയറ്റി അയച്ച സഹോദരൻ ആ ഗേറ്റിന്റെ അവിടെ നിന്ന് നടന്നു വരുന്നത് കാണാൻ. യെസ്. അപ്പൊ ഇന്നലെ അവര് കണ്ടതാണ് വിമാനത്തിൽ കയറ്റി അയച്ചത്. പക്ഷെ നടന്നു വരാൻ അകലിത വന്നത്. അപ്പൊ ഇവിടെ ഇന്ന് അച്ഛനും അമ്മയും സഹോദരിയും കാണുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയില്ല. ആ സഹോദരൻ നടന്ന് അവിടുന്ന് ഇവിടം വരെ വന്നു കഴിയുമ്പോൾ കാര്യം പറയും, ഇങ്ങനെ സംഭവിച്ചിന്റെ പ്രശ്നങ്ങളുണ്ടായത് എന്ന് പറയും. പക്ഷെ എന്താണെന്ന് അവർക്ക് അറിയില്ല. അത്രയും സമയത്തിന്റെ ഉള്ളിൽ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, അതാണ് ചെറുകഥയായിട്ട് എഴുതുന്നത്. ഞാനിപ്പോ ഇത് പറഞ്ഞത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ചെറുകഥയ്ക്ക് ഒരു വിഷയം കൊടുക്കേണ്ടി വന്നാൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ല, ആ വരുന്ന സമയത്തിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത എന്തായിരിക്കും? അതാണ് ആ ചെറുകഥയുടെ വിഷയം അവതരിപ്പിക്കേണ്ടത്. യെസ്. ഞങ്ങൾ പറയുന്ന എന്താ പറയുക, കംസ് ഡൗൺ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം. The farmer looked down. Is not there. Yes. He thinks. Relax. ഫാർമർ നമുക്ക് പെട്ടെന്ന് താഴെ ഇറക്കണ്ട, അയാൾ മുകളിൽ ഇരിക്കട്ടെ. അപ്പൊ ഭാവന ഉണരട്ടെ. അതായത് വിശ്വാസിക്കണത്
താഴെ ഇത്രയും സംഭവങ്ങളൊക്കെ നടക്കും. മുകളിലിരിക്കുന്ന ഫാർമർ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ കൊടുക്കണം. മുകളിലിരിക്കുന്ന ഫാർമർ ഈ താഴെ നടക്കുന്ന സംഭവങ്ങളെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഫാർമർ വിചാരിച്ചത് എന്തോ ഒരു കാര്യം വന്ന് ഈ ബിയർ വന്ന് നമ്മുടെ പെയിന്റിന്റെ ചെവിയിൽ പറഞ്ഞു എന്നാണ് ഫാർമർ വിചാരിച്ചത്. പക്ഷെ ബിയർ ഒന്ന് മണത്ത് നോക്കിയതാണ്. പക്ഷെ ഫാർമർ അങ്ങനെ വിചാരിക്കുന്നു, ബാക്കിയുള്ള കഥകൾ റെഡിയാക്കാൻ പറ്റുള്ളൂ. യെസ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം സാവകാശം ഫാർമർ താഴേക്ക് ഇറക്കി വന്നു. അങ്ങനെ വരട്ടെ. യെസ്. The farmer watched down. He saw the bear come to painter. Yes. See, he bear is talking. യെസ്. അവിടെ നമുക്ക് സാധനം കൊടുക്കാം. ഈ പെയിന്റർ താഴെ ഒറ്റയ്ക്ക് കയറി പോയതല്ലേ, തിരിച്ചു ഫാർമർ ഇറങ്ങി വരുമ്പോ പെയിന്റർ റിയാക്ഷൻ എന്തായിരിക്കും? കേട്ടോ, സിറ്റുവേഷൻ കൊടുക്കുക. ആ സിറ്റുവേഷൻ പറ്റിയ സാധനം ഇട്ട് കൊടുക്കുക. He അങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ പോരട്ടെ. angry to her. Angry to him. Okay. Him. Then the bear far away. The farmer think he's go in. He's not come. Yes. And then farmer is down. Okay. ഫാർമർ താഴെ ഇറക്കേണ്ട മുംതാസിന് ഒരു സമാധാനമില്ല. ഓക്കെ, ഫാർമർ താഴെ വന്നു. യെസ്. ഓക്കെ മുംതാസ്. യെസ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ സ്വപ്ന, ആരും റെഡി? I'm not ready. I will try. ഓക്കെ. അപ്പൊ നോക്കിയേ, ദ ഫാർമർ കംസ് ഡൗൺ. ഫാർമർ ഇപ്പൊ എവിടെ വന്നു? താഴെ വന്നു. ഇനി അടുത്ത Farmer came down. ഓക്കെ, ഒരു മിനിറ്റ്. ഡാഷ് ആസ് വാട്ട് ദ ബിയർ സേ. എന്താണ് ബിയർ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. യെസ്. അപ്പൊ അവിടെ തുടങ്ങി ആ ചോദിക്കുന്ന ഇടയ്ക്കുള്ള സംഗതികളൊക്കെ കേട്ടിട്ടുണ്ട്. The farmer came down. The beer say, never to make any. Don't cheat anyone. Don't trust anyone. അതൊന്നും പോണ്ട. അതിന് മുമ്പുള്ള മുകളിൽ നിന്ന് ഇറങ്ങി താഴെ വന്നു. താഴെ വന്നിട്ട് ഫാർമർ ഒന്ന് ചുറ്റും നോക്കട്ടെ, എന്തിനും ബിയർ പോയോ ഇല്ലോ എന്നുള്ളത്, സേഫ്റ്റി ആണോ എന്ന് നോക്കട്ടെ. ആരടുത്ത് വരണം? ഈ പെയിന്റർ അടുത്ത് വരണം. അപ്പൊ പെയിന്ററോട് അങ്ങനെ ചോദിക്കട്ടെ. പക്ഷെ പെയിന്റർ ആദ്യം മറുപടി പറയരുത്. കാരണം നേരത്തെ ദേഷ്യമില്ലേ, അതുകൊണ്ട് മറുപടി പറഞ്ഞില്ല. അങ്ങനെ പോട്ടെ. അങ്ങനെ ബിൽഡപ്പ്. The farmer came down. Okay. Came down and looked around. Yes, very good. Looked around. ചുറ്റൊന്ന് നോക്കി. Looked around. Then he ബിയർ പോയി എന്ന് പുള്ളിക്ക് ഉറപ്പായി എന്ന് വേണമെങ്കിൽ ആയിക്കോട്ടെ. കയ്യിൽ നിന്ന് ചേർത്തോ. The farmer thought beer he went away. Yes. Okay. Beer, so never he makes. അറിയത്തില്ല സാറേ. ഫാർമർ ആരടുത്തേക്ക് വരട്ടെ? പെയിന്റർ അടുത്തേക്ക് വരട്ടെ. വരുന്നു. ഫാർമർ came to painter. Near the painter. പെയിന്റർ വന്നു. യെസ്. അപ്പൊ പെയിന്റർ ഫാർമറെ നോക്കിയില്ല. The painter did not look at the farmer. യെസ്. കാരണം നമുക്കറിയാം, നേരത്തെ കാരണം നമുക്കറിയാം. യെസ്. ഫാർമർ പെയിന്റർ ചോദിക്കുക, എന്താണ് ബിയർ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. The farmer asked the painter what beer was telling. Yes. What did beer say? എന്താണ് ബിയർ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. I appreciate your mind to participate. Okay. Okay, thanks sir. അത് തെറ്റൊക്കെ പറ്റും. അതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. തെറ്റേ പറ്റാവൂ. ശരി വേണമെന്നില്ല. നമുക്ക് തെറ്റ് മതി. നമ്മൾ തെറ്റാൻ ശരിയിലേക്ക് വരുന്നത്. എത്ര പ്രാവശ്യം വീണ് കഴിഞ്ഞതിന് ശേഷമാണ് നിൽക്കാൻ പഠിച്ചത്, അല്ലെ? എത്ര പ്രാവശ്യം വീണതിന് ശേഷമാണ് നടക്കാൻ പഠിച്ചത്. അതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. യെസ്. അപ്പോ ഡോണ്ട് ഫിയർ, ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതൊക്കെ പറഞ്ഞ. യെസ്. ഓക്കെ. അച്ചു,
Yes, sir. Yes. How are you, Achu? Hi. Yes. Okay. അച്ചു കട്ടപ്പനയിൽ തന്നെയല്ലേ? അല്ലേ? അതെ. അച്ചു എന്തോ ശബ്ദം കേൾക്കുന്നില്ല കേട്ടോ. ഓടിയ കൂട്ടിക്കോ. ഓടി ഉണ്ടായിരുന്നു. യെസ്. ഓക്കെ അച്ചു. അപ്പൊ നമുക്ക് വേണ്ടത് ബിയർ സേവരയായി നെവർ ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് വൺ ഡാഷ് റൺ അവേ. അവിടെ റെഡിയാക്കണം. ഓക്കെ. ഇഷ്ടമുള്ളത് അച്ചുവിന് ചേർക്കാം. യെസ് അച്ചു. ഒന്ന് നോക്കട്ടെ. അച്ചുവിന്റെ ശബ്ദം കിട്ടുന്നില്ലല്ലോ അച്ചു. ഫോണിന് കംപ്ലൈന്റ് ഉണ്ടാകും. ഈ കംപ്ലൈന്റ് എന്ന് പറഞ്ഞില്ലേ, അത് കറക്റ്റ്. അത് ആ ഒരു മോഡലാണ് എത്തിച്ചാൽ മതി. ഓക്കെ. A farmer is look at this in the painter. Yes. Look at the friends. Yes. And yes. Here down. Yes. Here down. ഓക്കെ അച്ചു. അച്ഛൻ്റെ ശബ്ദം കിട്ടുന്നില്ല. ഓക്കെ, നമുക്കത് ഒന്ന് റെഡി ആക്കിയതിനു ശേഷം വീണ്ടും വിളിക്കാം. ഓക്കെ അലീന. കഴിഞ്ഞിട്ട് വേറെ സ്റ്റോറിയിലോട്ട് പോവാം. ഇത് കഴിഞ്ഞോട്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ആദ്യം. യെസ്. ഇനി ആരാണ് ധൈര്യസമയം ഇങ്ങോട്ട് വന്നത്? ഞാനൊന്ന് ശ്രമിക്കണം. ശരി അനു. അപ്പൊ നമുക്ക് വേണ്ടത് ആ സേ കഴിഞ്ഞിട്ടുള്ള ബാലൻസ് നമുക്ക് നോക്കാം കേട്ടോ. സേ കഴിഞ്ഞിട്ട് ബാലൻസ് മുതലല്ലേ? അത് മുതല് നെവർ ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് വൺ വരെ. അതുപോലെ റണ്ണവേ വരെ. റണ്ണവേ. ഓക്കെ. റണ്ണവേ വരെ. അതിനിടയിലുള്ളതെല്ലാം മാത്തമാറ്റിക്സിലി ഡെറിവേഷൻ പോലെ ഇങ്ങ് പോന്നോട്ടെ. The painter's face reddened in anger. Yes. He never uttered a single word to the farmer. Yes, very good. But the twist in the story was the bear that came a while ago was the same bear that we read in the story. Yes. The bear knows that the painter was not dead. Yes. Okay. But the bear was not at all hungry to eat a whole man. Yes. Okay. Whole man നാണോ അതോ whole human being നാണോ? കാട്ടില് പോയി കഴിഞ്ഞാല് ഏറ്റവും അധികം ഭയപ്പെടേണ്ട ഒരു ജീവിയാണെന്ന് കരടി എന്ന് പറഞ്ഞത്. വേറെ എന്തിനേയും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് രക്ഷപ്പെടാം. ഈ കരടിക്കൊരു പ്രത്യേകത എന്താന്ന് പറയാം, അത് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ പുറകെ ഓടും. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി മരത്തിന് മുകളിൽ കയറി കഴിഞ്ഞാല് അത് കയറും. യെസ്. പക്ഷെ ഇത് മാത്രം ആനയാണെങ്കിൽ നമുക്ക് അകലിൽ നിന്ന് അറിയാൻ പറ്റും. ടൈഗർ അത് കടുവ മറ്റേ പുലിയൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ഒരു റോയൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് വിട്ടത് പോവില്ല. എന്താ പറയും, തറവാടി എന്ന് പറയൂലേ, അത് വിട്ടിട്ട് അത് ഇത് കളയരുത്. അത് അതിന്റെ പ്രത്യേകതയാണ്. യെസ്. ഓക്കെ. ഈ നമ്മുടെ ഈ ഇതിനെ കുറിച്ച് പറയാറില്ലേ, ഈ വേഴാമ്പലിനെ കുറിച്ച് പറയാറില്ലേ, അതിന്റെ പ്രത്യേകത എന്താണ്? വേഴാമ്പല് നമ്മുടെ സംസ്ഥാന സ്റ്റേറ്റ് ബേർഡ് ആണ്. യെസ്. അതിന്റെ പ്രത്യേകത എന്താണ്? വേഴാമ്പലിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഇണയെ ഉണ്ടാവും. അതെ, മരണം വരെയും ആ ഒരു ഇണ ഇടയിൽ മരിച്ചു പോയാലും അത് വേറൊരു ഇണയെ സ്വീകരിക്കില്ല എന്നാണെന്ന് വിചാരിക്കുന്നു. അതുമല്ല, അതിന്റെ പെൺ വേഴാമ്പല് മുട്ടയിടാൻ ആരംഭിക്കുമ്പോ അതിന്റെ തൂവലുകളൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോ പിന്നെ അത് ആ തൂവലുകൾ കൊഴിഞ്ഞു പോയതിന്റെ അതിന്റെ മുകളിലാണ് മുട്ടയിടുന്നത്. പിന്നെ തൂവലുകൾ വരാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു പിരിയാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ വേണം. ഈ സമയത്ത് ആൺവേഴാമ്പലാണ് ഇതിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ സമയത്ത് ഈ ആൺവേഴാമ്പലിനെ ആരെങ്കിലും പിടിച്ചാൽ അവിടെ ഒരു ഭാര്യയും കുറെ കുഞ്ഞുങ്ങളും പട്ടിണി കിടന്ന്
ചാവും. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട പ്രത്യേകത ഉള്ളതാണ്. അതുപോലെ തന്നെയാണ് ടൈഗർ ഒക്കെ എടുത്ത് ചെയ്യുന്നത്. അതിന്റെയൊക്കെ ഒരു ബൗണ്ടറി ഉണ്ട്. അത് യൂറിൻ പാസ് ചെയ്ത് അതിന്റെ ബൗണ്ടറി ഫിക്സ് ചെയ്ത് വെച്ചേക്കും. അതിന്റെ അകത്തേക്ക് അത് അതിന്റെ ബൗണ്ടറിയാണ്. അവിടെ മാത്രമാണ് അതിന്റെ സാമ്രാജ്യം. അപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇതിനൊക്കെ ഓരോ റോയൽ രാജകീയമായിട്ടുള്ളൊരു രീതിയുണ്ട്. തറവാടികളാണെന്ന് പറയില്ലേ മനുഷ്യ ചില ആളുകളെ കുറിച്ച്, അതുപോലെ മൃഗങ്ങളിലുണ്ട്. യെസ്, ഓക്കെ, കണ്ടിന്യൂ. സർ, ഞാൻ ഉദ്ദേശിച്ചത് ആ ബെയർ നമ്മുടെ പഴയ കഥയിലുള്ള ബെയർ തന്നെയായിരുന്നു. Okay, so the bear knows that the painter was not dead, but the bear was not at all hungry to eat a whole human being. So he came close to the painter and sniffed in his ears. Yes. And then the bear said to the painter that, "Oh human being, I am fed up with you all. I already said this to one. Never trust anyone. Use your willpower to escape from any scenario. Never trust anything." അതായത് ആരെയും വിശ്വസിക്കരുത്, നിങ്ങളെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അത് നമ്മളിപ്പോ വേറൊരു വേർഷൻ ആയിട്ടാണ് അതിന് പറഞ്ഞത്. കുഴപ്പമില്ല, വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് ഈ കരടി പറയുന്ന പോലെ പറഞ്ഞു. നമുക്ക് അത് വെരി ഗുഡ്, അത് തോട്ട് വന്നില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് കഥയിൽ വന്നു കഴിഞ്ഞപ്പോ ഈ പെയിന്റർ ഫാർമറോടാണ് പറയുന്നത്, ആപത്തിൽ ഉപകരിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള സുഹൃത്ത്. ആപത്തിൽ ഉപകരിക്കാത്തവൻ ആരല്ല, ഒരു സുഹൃത്തല്ല. യെസ്, ഓക്കെ, അനു, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആരാണ് റെഡി ആയിട്ട് വന്നത്? Yes, your name? My name is Alima from Kasaragod. Yes, ഒന്നുകൂടി പറഞ്ഞേ. Alima from Kasaragod. Alima, അല്ലേ? Yes, yes, okay. Alima from Kasaragod. Okay, Alima, continue. Should I say from the first or from the middle? Should I continue from the first? Can I continue from the first? Okay, continue. Once a day, a farmer and a painter had a walk in a forest. Suddenly, they hear a bear coming, and they tremble with fear. One of the friend, who is farmer, climbs tree and hide up the tree. And the painter acts like he has dead. He falls flat and acts as if dead. And the bear comes near him and sniffs, thinks that the man is dead. So the bear did not eat the dead person. So I heard like that, the bear will not eat a dead man. I heard like that. And the bear will not eat a dead person. The bear just sniffs and go away. And after that, the farmer comes down from the tree and asks his friend, who was the painter, asks his friend that, "What did the bear say to you?" And the bear said, and the painter said, the bear said that, "Never make a friend who will not help you in your danger situation." And he just said like that and ran away. Yes, okay. Very good. അവസാനം ഭാഗത്തൊക്കെ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ ആഡ് ചെയ്യട്ടോ. Yes, okay. കിട്ടുന്നില്ല. പറയാം. Yes, okay, very good. ഞാൻ ഈ സ്റ്റോറി നിങ്ങളോട് പറയാനായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ നിങ്ങൾ അവതരിപ്പിക്കുന്നു, എങ്ങനെ നിങ്ങൾ അത് പറയുന്നു എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് അതൊന്ന് പറയാനായിട്ട് സൂചിപ്പിച്ചത്. യെസ്, അപ്പൊ ഓക്കെ, യുവർ പെർഫോമൻസ് വാസ് വെരി സൂപ്പർ. നിങ്ങളുടെ പെർഫോമൻസ് വളരെ മനോഹരമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് അറിയാം. ഉഷര, ഉത്തരനോടൊന്നും ചോദിക്കാൻ പറ്റിയില്ല, പേടിക്കണ്ട, അടുത്ത ക്ലാസ്സിലേക്ക് ചോദിക്കാം. യെസ്, ഓക്കെ. അപ്പോ ടുഡേ യുവർ പെർഫോമൻസ് വാസ് വെരി സൂപ്പർ. ഇതേപോലുള്ള വിഷയങ്ങൾ, ഇതേപോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് എല്ലാ ദിവസവും, എല്ലാ ആഴ്ചയിൽ 2 ദിവസം ഞാൻ വരും. ആ 2 ദിവസങ്ങളിൽ നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ നന്നായിട്ട്
എന്നതിനെ കുറിച്ചെങ്കിലും പറയാം. അപ്പൊ നിങ്ങൾ പറയുക സാറേ ഞാനൊരു കഥ ഇംഗ്ലീഷിൽ പറയട്ടെ. യെസ്, നിങ്ങൾ പറഞ്ഞു, നോ പ്രോബ്ലം. യെസ്, നിങ്ങൾക്ക് തോന്നുകയാണ് നല്ലൊരു പാട്ടുണ്ട്, ഞാനൊന്നും പാടട്ടെ. യെസ്, നിങ്ങൾ പാടിക്കോ. യെസ്, നമുക്ക് ഓൺലൈൻ ക്ലാസ്സിനെ ഓഫ്ലൈൻ ക്ലാസ് ആയിട്ട് മാറ്റാം. യെസ്, അപ്പൊ അത് പഠിക്കട്ടെ. ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യും. യെസ്, ഇനി ഞാൻ ഇന്നലെ പറഞ്ഞ ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ്, ഫൈനലി ആർക്കെങ്കിലും റെഡി ആയിട്ട് പിടിക്കാൻ പറയാം കേട്ടാ. ഒരു 2 പേർക്കുള്ള ചാൻസ് സമയമുണ്ട്. യെസ്, ആരാണ്? ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ്, ഫൈനലി കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? അപ്പൊ അന്ന് എല്ലാവർക്കും പറയാൻ പറ്റിയില്ലല്ലോ. യെസ്, ആലോചിക്കാൻ സമയം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തിക്കൊണ്ട് പോയത് അല്ലേ? ആരും ആലോചിച്ചില്ല. ആലോചിക്കാൻ 100 പ്രശ്നങ്ങൾ കിടക്കില്ലേ? ഇത് ആലോചിക്കാനല്ല ഇവിടെ നേരെ കിട്ടുക. യെസ് സാർ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഒരു ചാൻസ് എടുത്തരുവോ? യെസ്, ഡോണ്ട് വറി, യു കണ്ടിന്യൂ അച്ചു. First I get up the college. Yes. Next attendance, Yes. Attendance. The next sir come back to the class. Yes. Then study material. Yes. After then project and seminar section. Yes. Finally class dismiss. Yes, class is dismissed. Okay. Very good. Thank you, sir. Yes, okay, Achu. ആർക്കെങ്കിലും? യെസ്, അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാം. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ ഇത് യൂണിറ്റ് 16 നമ്മൾ വെറുതെ ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് എക്സാമിന് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക? ഇതില്ല, ഇത് ചോദ്യം ഉണ്ടാവും. നിങ്ങൾ അതിനെ കുറിച്ച് ടെൻഷനേ അടിക്കണ്ട. പരീക്ഷയിൽ നിങ്ങൾ വിജയിച്ചിരിക്കും. എനിക്ക് ഞാൻ ഇംഗ്ലീഷിൽ ഇച്ചിരി പുറകോട്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് പറയാനത്. യെസ്, അത് പേടിക്കേണ്ട സേതുലക്ഷ്മി, ഡോണ്ട് വറി. യെസ്, ഇന്നലെയാണ് MT 10 and 11 ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞത്. യെസ്, ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഞാൻ രാത്രി വെറുതെ മൊബൈൽ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ അവര് പറയാം സാറേ ഞാൻ മിക്കവാറും ഫുള്ളായിരിക്കും, 100-ൽ 100 അപ്പൊ അടുത്തൊരു കുട്ടി ഞാനും മിക്കവാറും ഫുള്ളായിരിക്കാൻ സാധ്യത. അപ്പൊ നിങ്ങള് എന്താ പറയാ, ഫുള്ളിനെ കുറവ് ചിന്തിക്കുക വേണ്ട. അതുകൊണ്ട് പറയും അതിനെ കുറിച്ച്, പരീക്ഷയെ കുറിച്ച് ടെൻഷൻ വേണ്ട. സിസ്റ്റർ എന്നെ സജസ്റ്റ് ചെയ്തത് ഇതിലോട്ട്. ഏത് ക്ലാസ്സില്? MG 10 നൂർഷ മുംതാസ് എന്ന് പറയുന്നത്. യെസ്, ചോദിച്ചാ മതിയല്ലോ. എന്നോട് ഇതൊക്കെ പഠിക്കാൻ എന്നോട് പറഞ്ഞു, സജസ്റ്റ് ചെയ്തത് ആളായിരുന്നു. MT 10 കുട്ടിയല്ലേ? അതെ. MT 10 ഞാൻ തന്നെയായിരുന്നു ഇംഗ്ലീഷ്. അപ്പൊ ചോദിച്ചാൽ മതി. ഇംഗ്ലീഷിന് ആരെങ്കിലും തോറ്റോന്ന് ചോദിക്കും. ചോദിക്കാവേ. എങ്ങനെയുണ്ടായിരുന്നു? ഇംഗ്ലീഷാന്ന് എന്നോട് പറഞ്ഞായിരുന്നു. സാറ് ഭയങ്കര ഇംഗ്ലീഷാന്ന് പറയും. ഫസ്റ്റ് ഡേ ക്ലാസ് തുടങ്ങിയപ്പോഴേക്കും ഞാൻ അവിടെ ഇരുന്ന് ഓൺലൈനിൽ കയറുന്നു. അപ്പൊ പറഞ്ഞു അവരോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണല്ലോ ഞങ്ങളോടും ചോദിച്ചതെന്ന് പറഞ്ഞായിരുന്നു. ഈവൻ നിങ്ങളുടെ ഫസ്റ്റ് ബാച്ച് പഠിക്കുള്ള കുട്ടികളായിട്ടുള്ള കണക്ഷൻ ഇപ്പോഴും ഉണ്ട്. Okay, and we can give you a title. Okay, we can give you a title. No problem. So we will meet in the Lashmi. Don't worry. Okay. Yes. Oh, we will meet in the next class. Till then, bye. See you. Thank you, sir. Thank you, sir. Okay. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay.